നിതിൻ രാജ് കേസ് പ്രതി എം കെ റാമിന്റെ അറസ്റ്റിലെ തിരിച്ചടിക്ക് പിന്നാലെ നാണക്കേട് ആവർത്തിക്കാതിരിക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ സർക്കുലർ. പ്രതികളുടെ അറസ്റ്റിൽ നിർബന്ധമായും സുപ്രീംകോടതി മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. പ്രതികളുടെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് മേധാവി വരെയുള്ള തലങ്ങളിൽ അറിയിക്കണം. എച്ച് വെങ്കടേഷ് ഇറക്കിയ സർക്കുലറിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അനന്തൻ, ഗുഡ് മോർണിംഗ്. ഈ സർക്കുലറിൽ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? വിശദാംശങ്ങൾ എന്താണ്? മോത്തി, ഗുഡ് മോർണിംഗ്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി റാമിന്റെ അറസ്റ്റ് അത് വിവാദത്തിലായിരുന്നു. അറസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിച്ചല്ല എന്ന് ആരോപിച്ച് കോടതി റാമിനെ വിട്ടയച്ചത് ആഭ്യന്തര വകുപ്പിനും ക്രൈംബ്രാഞ്ചിനും വലിയ നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. എല്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾക്കുമാണ് ഈ സർക്കുലർ അയച്ചു നൽകിയിരിക്കുന്നത്. ഈ സർക്കുലറിൽ പ്രധാനമായും പറയുന്നത് എല്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളുടെയും കീഴിലുള്ള കേസുകളിൽ പ്രതികളുടെ അറസ്റ്റ് നടത്തുമ്പോൾ അത് കൃത്യമായി സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം എന്നുള്ളതാണ് സർക്കുലറിൽ പ്രധാനമായും പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നതിന്റെ വിശദാംശങ്ങൾ, എന്ത് ഗ്രൗണ്ടിലാണ് അറസ്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പ്രതിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി നൽകണം എന്നുള്ളതാണ്. ഈ റാമിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മലയാളം അറിയാത്ത റാമിന് മലയാളത്തിൽ എഴുതി നൽകി എന്നുള്ളൊരു ആരോപണം കൂടി ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ആ കാര്യം കൂടി സർക്കുലർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ അറസ്റ്റ് ചെയ്ത ശേഷം റിമാൻഡ് റിപ്പോർട്ട്, അതുപോലെ തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് പബ്ലിക് പ്രോസിക്യൂട്ടറെ സമീപിച്ച് അത് ചർച്ച ചെയ്ത് അതിൽ നിയമപരമായ എന്തെങ്കിലും പഴുതുകൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാതെ വേണം കോടതിയിൽ സമർപ്പിക്കാൻ എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥൻ നടപ്പാക്കുന്നുണ്ട് എന്ന് യൂണിറ്റ് ഹെഡുകൾ ഉറപ്പുവരുത്തണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് യൂണിറ്റ് ഹെഡിനെയും ഒപ്പം തന്നെ ഡിവൈഎസ്പി ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് മേധാവി അടക്കമുള്ളവരെ അറിയിച്ചിരിക്കണം, ഫോൺ മുഖേന അറിയിച്ചിരിക്കണം എന്നുള്ള ഒരു വിവരം കൂടി ഈ സർക്കുലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും എല്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾക്കുമാണ് കഴിഞ്ഞ ദിവസം ഈ സർക്കുലർ, ADGP എച്ച് വെങ്കടേഷിന്റെ ഈ സർക്കുലർ ലഭിച്ചിരിക്കുന്നത്. മോത്തി, ശരി. അനന്തകൃഷ്ണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സർക്കുലറിലാണ് ഈ വിശദ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്.